ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് വന്നു നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു RGB സ്പ്ലിറ്റ് വരുന്ന ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മൾ എലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. സോ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ഓളിലോട്ട് ഇട്ടേക്കാം. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ വീഡിയോ ഇട്ട് പോകാം. സോ അതിനായിട്ട് നമ്മളിവിടെ 3 ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിന് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു ഷെയ്ക്കിന് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്. അതിനായിട്ട് ആദ്യം നിങ്ങളെ ഫസ്റ്റ് ക്ലിപ്പ് പോവുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പിലെ ടൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ താഴത്തുള്ള, അത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സൂടെ ആഡ് ചെയ്യുക. അതിൽ യാതൊരു മാറ്റവും വരുത്തണ്ട. ഒന്നുകൂടെ ആഡ് എഫക്റ്റ് പോവുക. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറേ എഫക്റ്റ് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറേ എഫക്ട്സിൽ തന്നെയാണ് നമ്മുടെ പരിപാടിയുടെ. അപ്പം അതിനുശേഷം രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മോഷൻ ബ്ലർ ആണ്. അപ്പോൾ നിങ്ങൾ ബ്ലറിൽ പോയതിനു ശേഷം മോഷൻ ബ്ലർ ജസ്റ്റ് ഒന്ന് ഇവിടെ ഉള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ എടുക്കുക. അതിനുശേഷം അതിലെ ട്യൂണ് 1.60 ആ ഒരു റേഞ്ച് ആക്കി കൊടുക്കുക കേട്ടോ. 1.50 ആക്കി കൊടുക്കുക. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിടാം. ഓക്കെ, അപ്പം ഈ ഒരു ഫസ്റ്റത്തെ എല്ലാം ഒന്ന് ഓൺ ആക്കിയിടാം. പൊസിഷനാണ് നിങ്ങൾ മെയിനായിട്ട് ഓൺ ആക്കിയിടുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കാര്യത്തിനാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എഫക്റ്റ് പോയതിനു ശേഷം അതിനുശേഷം ഇവിടെയുള്ള ഓസിലേറ്റ് എന്ന് പറഞ്ഞ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നമ്മൾ ആംഗിളിൽ പോയതിനു ശേഷം 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിലും ജസ്റ്റ് മിഡിലായിട്ട് കുറച്ച് എവിടം വരെയാണ് എഫക്റ്റ് വേണ്ട അവിടം വരെ ആയിട്ടൊരു ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫസ്റ്റിലുള്ള ഇതിൽ പോയിട്ട് ആംഗിൾ 65 ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് 65 ആക്കി കൊടുക്കുക. 65.5 ആക്കി കൊടുക്കുക. അതിനുശേഷം ആംഗിള് വീണ്ടും വന്നിട്ട് സെക്കൻഡ് കീ ഫ്രെയിമിൽ ആംഗിൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സ്ഥലത്ത് പോയതിനു ശേഷം അവിടെ 2 കീ ഫ്രെയിം നേരത്തെ പോലെ ഫസ്റ്റിലും മിഡിലുമായിട്ട് സ്റ്റാർട്ടിങ്ങിലും മിഡിലുമായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിലുള്ള ഫ്രീക്വൻസി നിങ്ങൾ നൈസായിട്ട് 4.12 ഹേർട്സ് ആക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. 4.12 ആക്കി കൊടുക്കുക. 4.12 10 ആയ റേഞ്ച്, ഞാനിപ്പോൾ 10 ആക്കുന്നത് കേട്ടോ. അതിനുശേഷം മിഡിലുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ അവിടെയുള്ള ഫ്രീക്വൻസി 1.30 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടെ മാഗ്നിറ്റ്യൂഡ് പോവുക. അതിനുശേഷം ആ മാഗ്നിറ്റ്യൂഡിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ നല്ലോണം ഇൻക്രീസ് ചെയ്തിട്ടൊരു 88 ആക്കി കൊടുക്കുക. 88.8 ആ 88 ആക്കി കൊടുക്കുക. സോറി, പോയിൻ്റ് ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 88 90 ആ റേഞ്ചിലാക്കി കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് കീ ഫ്രെയിമിലൊരു 6 ആക്കി കൊടുക്കുക കേട്ടോ. 6 ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാ ആംഗിളിലായാലും എവിടെയായാലും നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഞാൻ ആംഗിളിൽ പോയിട്ട് ഈ ഒരു 3 ഡോട്ട്സ് എടുത്ത് കോപ്പി കർവ് എടുക്കുക. അതിനുശേഷം ഫ്രീക്വൻസീൻ്റെ 2 എണ്ണത്തിൻ്റെ ഇടയിൽ പോയിട്ട് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് എല്ലാത്തിനും ഒന്ന് പേസ്റ്റ് എടുത്താൽ മതി. ഫ്രീക്വൻസിയിലും മാഗ്നിറ്റ്യൂഡിലും ആംഗിളിലും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. നിങ്ങൾ ജസ്റ്റ് പ്ലേ ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ പ്ലേ ആവുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനായിട്ട് വന്ന് നിങ്ങൾ ജസ്റ്റ് വേവ് ആൻഡ് സൈനപ്പ്. അപ്പോൾ ജസ്റ്റ് അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓസിലേറ്റിൽ ജസ്റ്റ് വേവ് സൈനപ്പ് പോവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഫേസിലൊന്നും ചെയ്യേണ്ട, വേവ് സൈനാക്കുക. അതിനുശേഷം ഒന്നുകൂടെ ആഡ് എഫക്റ്റ് കൊടുക്കുക. നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. നിങ്ങളിവിടെ റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ 2 സ്ഥലത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് വന്നത്. അപ്പോൾ അത് മാഗ്നിറ്റ്യൂഡ് പോവുക, 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എവിടം വരെയാണോ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ക്ക് വേണ്ട അവിടം വരെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റത്തെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ നല്ലോണം കൂട്ടി കൊടുത്തൊരു 962 ആക്കുക. 962 ആക്കുക. നല്ലോണം ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് കീ ഫ്രെയിം നിങ്ങൾ നല്ലോണം കുറച്ചിട്ട് 0 ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എവല്യൂഷനിൽ പോവുക. ജസ്റ്റ് അവിടെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റിൽ പോയിട്ട് 4.5 4.57 ആ റേഷ്യോയിലാക്കി കൊടുക്കുക. ഓക്കെ, അതായത് വാല്യൂ കൊടുക്കുക. ഓക്കെ, 60 കൊടുത്തു കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അതിനുശേഷം സെക്കൻഡിൽ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. അതിനുശേഷം അവിടെയുള്ള സീഡിലും ഇത് മാറ്റം വരുത്തണം. സ്കാറ്റർ നിങ്ങൾ ജസ്റ്റ് നല്ലോണം ഒന്ന് കൂട്ടിയിട്ട് സ്കാറ്റർ നിങ്ങൾ 50 തന്നെ ആക്കുക കേട്ടോ. സ്കാറ്റർ 50 തന്നെ ആക്കുക. സ്കാറ്ററിലൊന്നും യാതൊരു മാറ്റവും വരുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് അതൊന്ന്
അതിലുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ എടുത്ത് പോവുക. ജസ്റ്റ് ഈ ഒരു നേരത്തെ നമ്മൾ ആഡ് ചെയ്തില്ല ആ ഒരു കീ ഫ്രെയിം തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ആ ഒരു എവല്യൂഷനിൽ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഡ് എഫക്റ്റ് പോവുക. നിങ്ങളുടെ കളർ ആൻഡ് ലൈറ്റ് പോയതിനു ശേഷം RGB സ്പ്ലിറ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൂടി നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആ RGB സ്പ്ലിറ്റ് നിങ്ങൾ സ്ട്രെങ്ത്തിൽ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിനും മിഡിലുമായിട്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിമിലുള്ളത് ജസ്റ്റ് നിങ്ങൾ നല്ലോണം ഒന്ന് കൂട്ടി കൊടുക്കട്ടോ. അതിനുശേഷം സ്ട്രെങ്ത്തിലുള്ളത് നിങ്ങൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, 0 ആക്കി കൊടുക്കുക. ഓക്കെ, സ്ട്രെങ്ത്തിലുള്ള സെക്കൻഡ് കീ ഫ്രെയിമിൽ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിം ഒരു 4 ആക്കി കൊടുക്കുക. അതിനുശേഷം ആംഗിൾ നിങ്ങൾ 90 ആക്കി കൊടുക്കുക കേട്ടോ. ആംഗിൾ 90 ആക്കി കൊടുക്കുക. സെൻറ്ററിലുള്ള ജിയിൽ പോവുക. പിന്നെ ഗ്രാഫ് നിങ്ങൾ ഈ ഒരു സ്ട്രെങ്ത്തിലെ ഗ്രാഫ് ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ആക്കി കൊടുക്കുക. ഇതിന് ഗ്രാഫ് വലിയ തീരുമാനമല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ആക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഷെയ്ക്ക് ഇവിടെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ കാണിച്ചു തരാം. ഒട്ടും ലാഗ് ഇല്ലാത്തൊരു ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ക്ക് തന്നെയാണ്. നോർമൽ ആയിട്ടുള്ള ബാഡാസ് എഫക്റ്റിനും അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു വീഡിയോ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 ക്ലിപ്സിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലിപ്സിൽ ആഡ് ചെയ്യാൻ ഈ ഒരു 3 ഡോട്ട്സ് കോപ്പി എഫക്റ്റ് പോയി ഏത് ക്ലിപ്പിലാണോ വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. നല്ല അടിപൊളി കിഡിലോസ്ക്ക് ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.